third literary gem by the one and only Lucas Lucas, my father. This book is more than just a story. It's an experience, it's a dream, it's humor, and it celebrates human spirit. കാനഡയിൽ പോണു, അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് ബെന്നിയുടെ കണ്ണിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. അത് വളരെ മനോഹരമായിട്ട് തന്നെ എനിക്കത് എന്നെ കൊണ്ടുപോകാൻ എൻ്റെ അതൊന്ന് കണ്ണ് ഇരിക്കാണ്ട് വായിപ്പിച്ചു. ബെന്നിയുടെ സാഹിത്യത്തെ രണ്ട് തരത്തിലാണ് ഞാൻ കാണുന്നത്. ഒന്ന് സഹാസ സാഹിത്യം, സഞ്ചാരവും ഹാസ്യവും ചേർന്ന ഒരു പ്രത്യേകതരം സാഹിത്യം. അതിൽ കനേഡിയൻ വീരഗാഥ, പിന്നെ വരാനിരിക്കുന്ന ഒരു പുസ്തകം കൂടി ആ ഒരു സാഹിത്യശാഖയിൽപ്പെടും. മഹത്തായ രണ്ട് സാഹിത്യ ശാഖകൾക്ക് കോഴിക്കോട്ട് നിന്ന് തുടക്കം കുറിച്ച ഒരാൾ കൂടിയാണ് ബെന്നി. ഈ ബുക്ക് കൊണ്ട് ബെന്നിയുടെ ഫാൻ ബേസ് വിൽ ഇൻക്രീസ് എ ലോട്ട് മോർ. ആൻഡ് ലൈക്ക് ഐ സെഡ് അറ്റ് ദ ബിഗിനിങ്, ഞാൻ ബെന്നിൻ്റെ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ഫാനാണ്. ഫസ്റ്റ് ബിഗ്ഗസ്റ്റ് ഫാൻ ബെന്നിക്ക് അറിയാമല്ലോ, എൻ്റെ 84-year-old അമ്മ എറണാകുളത്ത്. ഇങ്ങനെ കാത്തിരിക്കും ബെന്നീൻ്റെ ബുക്സിന് വേണ്ടി. ബെന്നിയുടെ പുസ്തകം വായിക്കുക എന്നുള്ളത് ഒരു ഹാർഡ് വർക്കല്ല, ഒരു ഈസി വാക്കാണ്. നമുക്ക് എളുപ്പത്തിൽ ഒറ്റയിരിപ്പിന് വായിച്ചു തീർക്കാവുന്ന ഒരു പുസ്തകം. ബെന്നി സംസാരിക്കുന്ന പോലെയാണ് ബെന്നിയുടെ എഴുത്തിൻ്റെ രീതി. ഒരു എഴുത്തുകാരന് ഏറ്റവും വേണ്ട ക്വാളിറ്റി അതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ പറയുന്ന 2-3 പുസ്തകങ്ങളിലൂടെ വായ്മൊഴിയും വരമൊഴിയും തമ്മിൽ, അല്ലെങ്കിൽ വാമൊഴി മതി വരമൊഴിയിൽ എന്നുള്ള രീതിയിലേക്ക് പുസ്തക പ്രകാശനം അല്ലെങ്കിൽ എഴുത്തിനെ, വായനാ അനുഭവങ്ങളെ ഒക്കെ കൊണ്ടു നടക്കുന്ന ബെന്നിത്വം നമുക്ക് നുകരാൻ തുറന്ന വേദികൾക്ക് കൂടുതൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ബെന്നിക്ക് തനതായ ഒരു സ്പേസ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇനിയും എഴുതിക്കൊണ്ടിരിക്കട്ടെ. അത് കഥകളായും വീരഗാഥകളായും സുവിശേഷങ്ങളായും ഒക്കെ വെളിയിൽ വരട്ടെ എന്ന ഒരു പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ അവതാരിക എഴുതി നിർത്തിയത്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും ജീവിതാനുഭവങ്ങളും നമുക്കൊക്കെ പറയാൻ കൊതിച്ച, നമ്മളൊക്കെ തുറന്ന് സംവദിക്കാൻ ആഗ്രഹിച്ച സംഗതി നമുക്ക് വേണ്ടി ബെന്നി പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും അത് ആസ്വദിക്കുക. ഒറ്റ ഇരുപ്പിൽ കാപ്പിയേട്ടൻ പറഞ്ഞ പോലെ വായിച്ചു തീർക്കാൻ പറ്റി എന്നുള്ളതാണ്. Double the joy for us this time around. So it's never been a surprise to know that Benny Uncle has great stories to tell, and he's got great experiences and a very unique lens that he presents them through. ഇതൊക്കെ എഴുതുമ്പോൾ ഞങ്ങൾ ബ്രദേഴ്സ് തന്നെ ആലോചിക്കാറുണ്ട്, ഈ ബെന്നിക്ക് ഇതെങ്ങനെ സാധിക്കും. ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുമ്പം അതിൻ്റെ പ്രീ പ്രസ് വർക്കുകളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പ്രിൻറ്റിങ് ഇപ്പോൾ ഏത് പ്രസിൽ കൊടുത്താലും 2-3 ദിവസം കൊണ്ട് സംഗതി. പ്രീ പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത് ആദ്യം മാനുസ്ക്രിപ്റ്റ്, പിന്നെ കമ്പോസിങ്, പിന്നെ അതിൻ്റെ ലേഔട്ട്, ഇല്ലസ്ട്രേഷൻസ്, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന വർക്കുകൾ. ഇത് ഈ ഒരേ വ്യക്തി തന്നെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. എൻ്റെ മകൻ കാരണമാണ് ഞാൻ എഴുത്തിലോട്ട് വന്നത്. പിന്നെ ആദ്യത്തെ ബുക്ക് എങ്ങനെയാണ് പ്രസിദ്ധീകരിക്കുന്നത് അറിയത്തില്ലാതെ ഇങ്ങനെ അവിടെ ഇവിടെ നടന്ന് ഒന്ന് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു മാലാഖയുടെ രൂപത്തിൽ മനോഹർ വരുന്നത്. ഞാൻ എട്ടാണ്, പിന്നെ രക്ഷപ്പെട്ടു. പിന്നെ എന്തും എഴുതാമല്ലോ, ധൈര്യമായി. അങ്ങനെ 3 ബുക്കുകൾ ഇറങ്ങി. 4ാമത്തെ ഇപ്പം അടുത്ത മാസം വായിപ്പിച്ച് കഴിഞ്ഞാൽ